പോയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ തറവാടാണല്ലോ മഞ്ചേരി, ഇവിടെ വെള്ളയങ്ങാട് പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം ഞങ്ങൾ അന്നല്ല അതിന് മുന്നേ ഞങ്ങൾ പോയത് അവിടേക്ക് പോയത് പെരിന്തൽമണ്ണ ടച്ച് ചെയ്തിട്ടാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോഴാണ് പാണ്ടിക്കാടിക്ക് പോവുകയാണെങ്കിൽ പെരിന്തൽമണ്ണ ടച്ച് ചെയ്തിട്ട് പോകണം നല്ലത്. പക്ഷെ ആ പെരിന്തൽമണ്ണയ്ക്ക് എത്തുന്ന റോഡ് പറഞ്ഞാൽ വളരെ മോശമാണ്, വളരെ മോശമാണ്. അത്രയ്ക്ക് ബാക്കിയുള്ള ഊര പണിയാവും. അങ്ങനത്തെ റോഡാണ് പെരിന്തൽമണ്ണയ്ക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അന്ന് അവിടെ നിന്ന് വരുമ്പോൾ ഈ റൂട്ടിനാണ് വന്നത്. എന്ന് വെച്ചാൽ ഇവിടെ റോഡും കുഴപ്പമില്ല, പിന്നെ നല്ല റോഡാണ്. അന്ന് പോകുമ്പോൾ നല്ല മോശമാണ്, നല്ല മോശമായിരുന്നു. എന്നുവെച്ചാൽ ഊരും പോയി. പിന്നെ ഇത് നേരെ മരവട്ടത്തേക്ക് എത്തി. മരവട്ടത്ത് അങ്ങനെ മലപ്പുറം ടച്ച് ചെയ്യും. പിന്നെ മഞ്ചേരി. ഞാൻ വലിയ വലിയ സ്റ്റോപ്പ് മാത്രമായിട്ട് പറയുന്നത്, ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സ്റ്റോപ്പ് കുറേ ഉണ്ട് കേട്ടോ. സാധനങ്ങൾ കാണിച്ചൊക്കെ ശ്രീക്കുട്ടി ഇതൊക്കെ കണ്ടാൽ ശ്രീക്കുട്ടിക്ക് ഇതാക്കിയതാ ഈ സാധനമായിട്ട് വെറുതെ ഇങ്ങനെ തിന്നു പോവാനിട്ടോ. സുധേട്ടന് ഇഷ്ടമുള്ള സാധനം ഫുള്ളും ഭയങ്കര ഇഷ്ടം. പിന്നെ ഒരു കുപ്പി വെള്ളം, പിന്നെ ഞാൻ 2 ഡയറി മിൽക്കും വാങ്ങി. ഈസ്കിട്ടി മിച്ചറിൻ്റെ സാധനം മാത്രം വാങ്ങിട്ടോ. എനിക്ക് മിച്ചറിൻ്റെ ഇഷ്ടമാണ്, മറ്റേത് ഇഷ്ടമാണ്, എന്നാലും എനിക്ക് വല്ലാണ്ട് പോക്കില്ല. സുധേട്ടന് പിന്നെ ആ തേങ്ങൻ്റെ സാധനം അങ്ങനത്തെ ഒക്കെ ഇഷ്ടം, ഈ മിച്ചറിൻ്റെ ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതൊന്ന് സുധേട്ടന് ഇഷ്ടം. നല്ല ഉറപ്പ് വെള്ളം വേനുണ്ട്, കടിച്ച് തിന്നുമ്പോൾ പല്ല് വേനുണ്ട്. വളരെ ടേസ്റ്റ് ഉണ്ട്. ഇതിൽ വേറെ നമ്മളെ മിച്ചറിൻ്റെ പോലത്തെ ഈ സാധനമൊക്കെ വരുന്നുണ്ടോ, വേറെ ടേസ്റ്റ് ഇല്ലേ, വേറെ ടേസ്റ്റ് ഇല്ലേ. വീഡിയോ കാണുന്നതായിരിക്കും അമ്മ ഡയറി മിൽക്ക് ഇതില്ലേ മിച്ചറിന് മിഠായി ഇന്നില്ലേ എന്നൊക്കെ പറയണത്. അല്ല അവൾക്ക് വരുമ്പം അതില്ലേ എന്താ പറയുക, ഡാർക്ക് ഫാൻറ്റസി അല്ല, എന്തായിരുന്നു അതിൻ്റെ പേര്, ബേബണിൻ്റെ ആ പഞ്ചസാരയുള്ള ആ ബിസ്ക്കറ്റ് വേണമെന്ന് അറിയാം. അപ്പം പോകുമ്പം അത് വാങ്ങി കൊടുക്കണം. പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ. ഈ റൂട്ട് പറഞ്ഞാൽ നല്ലൊരു ഇത് പറഞ്ഞാൽ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ സ്ഥലം. പോകുന്നവർക്കൊക്കെ വിശ്രമിക്കാൻ പറ്റിയിട്ട് നല്ലത്. അങ്ങനത്തെ കല്ലുണ്ട്, അവിടെ ഇരിക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുക. നല്ല രസമാണ് കാണാൻ തന്നെ. ഞാൻ പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പോണ റൂട്ടിലുണ്ടോ. നല്ല വെയിലില്ലാത്ത സമയത്തും അതേപോലെ വൈകുന്നേരമൊക്കെ ഇവിടെ കൂടിയായി നമ്മളവിടുന്നേ കയറി ഇങ്ങനെ വരുന്നതാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് കൂടെ ആണെങ്കിൽ അടുത്ത സ്റ്റോപ്പാണ് വട്ടപ്പറമ്പ് അല്ലേ. ഇനി അടുത്താണ് വട്ടപ്പറമ്പേക്ക് എത്തുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഇനി അടുത്ത സ്റ്റോപ്പ് വട്ടപ്പറമ്പാണെന്ന് അറിയാം. സ്റ്റോപ്പ് പറഞ്ഞാൽ ഒരു മെയിൻ ജംഗ്ഷൻ. മൈലപ്പുറം എത്തി. മലപ്പുറത്തിൻ്റെ മുന്നുള്ള സ്റ്റോപ്പ്, മുന്നല്ല മലപ്പുറത്തുള്ളതിൻ്റെ മുന്നുള്ള സ്റ്റോപ്പാണ് മൈലപ്പുറം. ആദ്യം അങ്ങനെ ആയിരിക്കും മലപ്പുറത്തിന് പറയുക, പിന്നെ മലപ്പുറം ആയിരുന്നായിരിക്കും മൈലപ്പുറം എന്നായിരിക്കും പറയാം. ഇവിടൊക്കെ അങ്ങനെ പേര് വെച്ചിട്ട് മൈലപ്പുറം അങ്ങനെ. അപ്പോൾ അവിടെ എത്തി. ഇനി അടുത്താണ് മലപ്പുറം. ഞങ്ങൾ ഇത് കൂടെ ഇങ്ങോട്ട് ആണ് മഞ്ചേരി റൂട്ട്, നേരെ കോഴിക്കോട് അങ്ങനത്തേക്കാണ് റൂട്ട്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഈ ഒരു റൂട്ട് കൂടെയാണ് മഞ്ചേരിക്ക് പോവുക. ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ കേട്ടോ, വളാഞ്ചേരി കൂടെ ഒക്കെ വരുമ്പോൾ ഇനി അടുത്തുള്ള റൂട്ടിൽ അങ്ങനെയാണ് അടുത്തു. അങ്ങനെ നമ്മൾ മഞ്ചേരി എത്തി കേട്ടോ. മഞ്ചേരി ഇവിടെ ഒരു ഇതുണ്ടല്ലോ, കോടതിയൊക്കെ അല്ലേ, അതൊക്കെ കഴിഞ്ഞ് ഈ പഴയ ബസ് സ്റ്റാൻഡിലേക്കാണ് അവിടെ പോകുന്നത് വഴിയാണ്. അതുകൂടെ മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് പോവാം, ആ ഒരു കയറ്റത്തിൽ. അപ്പം ഇവിടെ ഉള്ളൊരു ഹായ് അറിയിക്കാം മഞ്ചേരിയിലൊരു കേട്ടോ. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ ചരടി. ഇനി അവിടെ കാണാം. ഞങ്ങളിവിടെ എത്തിയിട്ടോ. ജില്ലാ ക്ഷയരോഗ നിവാരണ കേന്ദ്രം ശരണി മഞ്ചേരി. ഇവിടെ നല്ലൊരു സ്ഥലമാണ്, നല്ല സ്ഥലം. നല്ല തണുപ്പുണ്ടാവും ഈ മരത്തിൻ്റെ ഇടയിൽ. അവിടെ വെറുതെ വന്ന് നടും. ഞാൻ മാസ്കൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട്. അപ്പം അതിന് പോവാം. ഞാൻ ടെസ്റ്റ് ചെയ്ത് വെയിറ്റിങ്ങിലാണ് റിസൾട്ട്. വെയിറ്റിങ്ങിലാണ്. ഇവിടെ പന്നി ബ്ലഡ് പിന്നെ വരുന്നുണ്ട്. അപ്പം പന്നിയൊക്കെ ഉണ്ട്.
അപ്പം വെയിറ്റിങ്ങിലാണ്. സുധേട്ട ഇവിടെ വയ്ക്കുന്നു. സുധേട്ട എവിടെ? സുധേട്ടൻ കുറേ നേരം ഫോണിൽ കാണും. ഇനി 1-1.5 മണിക്കൂർ കഴിയും, ചിലപ്പോൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പം അടുത്തൊന്ന് പോയേക്കണം റിസൾട്ടായത്. LFT വേഗം കിട്ടും, പക്ഷേ ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൂടിയല്ലേ, അപ്പോൾ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ 1 മണിയാകുമ്പോൾ ഡോക്ടർ പോകുന്നുണ്ട്, അതിന് മുന്നേയായിട്ട് റിസൾട്ടും കാണിക്കണം. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് വെയിറ്റിങ്ങിലാണ്. കാണിച്ചു, റിസൾട്ടൊന്നും കുഴപ്പമില്ല. അപ്പം മരുന്ന് 1 മാസത്തേക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ മാസം ആകുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ ഗുളിക കഴിയുമ്പോഴത്തേക്കും പോകണം, ഇതേപോലെ ടെസ്റ്റ് ചെയ്യണം. പിന്നെ കണ്ണിൻ്റെ ടെസ്റ്റും കൂടി ചെയ്യാണ്ടായിരുന്നു, അപ്പം അതും ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര ബ്ലോക്ക്, ഈ മഞ്ചേരി വരുമ്പോഴും ബ്ലോക്ക് ചെയ്യുന്നു, പോകുമ്പോഴും നല്ല ബ്ലോക്കാണ്. ഇതുവരെയായിട്ട് ഇത്രയും കാലം വന്നിട്ട് ഇങ്ങനത്തെ ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം അത് ആദ്യമായിട്ടാണ്, വരുമ്പോഴും ബ്ലോക്ക് പോകുമ്പോഴും ബ്ലോക്ക്. ഇനി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി കാണിച്ച്, പിന്നെ വിശന്നപ്പം ഫുഡൊക്കെ കഴിച്ച്, അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വളവ് അവിടെ എത്തിയിട്ടാട്ടോ ഞാൻ വൈൻഡപ്പ് എടുക്കുന്നത്. പിന്നെ സുധേട്ട വണ്ടിയിലിരിക്കുകയാണ് വരുന്നില്ല സുധേട്ടയുടെ വണ്ടിയിലിരിക്കുക. പിന്നെന്തൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാമാതിരി കമൻറ്റ് ഇടുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക, നല്ല ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.